ധർമാധർമ്മ ബോധത്തോടെ കർമ്മം ചെയ്യാൻ കഴിയുന്ന മനുഷ്യർ പക്ഷം ചേരേണ്ടത് സത്യം, ധർമ്മം, നീതി തുടങ്ങിയ മാനവിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ആത്മീയ ഗ്രന്ഥങ്ങളും പ്രമാണങ്ങളും വേദങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനു പകരം കൃഷ്ണൻ്റെയും ക്രിസ്തുവിൻ്റെയും മുഹമ്മദിൻ്റെയും വിവിധ സംഘടനകളുടെയും പേരിൽ മതസമുദായങ്ങളായി തിരിഞ്ഞു നിന്ന് തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനവകുലം വംശപരമായി ഒന്നാണെന്ന യാഥാർത്ഥ്യത്തെ അടിവരയിടുന്നുണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ. മാനവിക ജനിതക രേഖയുടെ കണ്ടെത്തൽ വംശസങ്കല്പത്തിന് അന്ത്യം കുറിക്കുകയാണ് ചെയ്തത് എന്ന് ശാസ്ത്രലോകവും പ്രഖ്യാപിക്കുന്നു. എല്ലാ മനുഷ്യരും ജനിതകമായി തുല്യരാണെന്ന സന്ദേശവുമായി മനുഷ്യ ജനിതക രേഖയുടെ ആദ്യ ചിത്രം ശാസ്ത്രജ്ഞന്മാർ പുറത്തുവിട്ടു. വാഷിങ്ടൺ, ലണ്ടൻ, ബെർലിൻ, പാരീസ്, ടോക്കിയോ എന്നിവിടങ്ങളിൽ ജീനോം പദ്ധതിയിൽ അംഗങ്ങളായ ശാസ്ത്രജ്ഞരാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. വിവിധ ജാതി, മതവർഗ, വർണ്ണ വ്യത്യാസത്തോടു കൂടി ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന മാനവ സമൂഹത്തിൻ്റെ മാതാപിതാക്കൾ ഒന്നാണ്, തറവാടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരൊറ്റ ജാതിയാണ്. പല കാരണങ്ങളാൽ ഭിന്നിച്ചു പോയ മാനവ സമൂഹത്തെ അവരുടെ ആദി മാതാപിതാക്കളുടെ പാരമ്പര്യത്തിലേക്ക് അഥവാ യഥാർത്ഥ തറവാട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നാം ചെയ്യേണ്ടുന്നത്. ഈ തറവാട് പാരമ്പര്യമനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും തുല്യതയാണ് നൽകുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം എന്നീ സമുദായങ്ങളിൽ പെട്ടവർക്കും മറ്റേത് ജാതി, മതവർഗ, വർണ്ണ സമൂഹങ്ങളിൽ പെട്ടവർക്കും ഇവിടെ പ്രവേശമുണ്ട്. അതോടെ തൊലി നിറത്തിൻ്റെ പേരിലോ ജനിച്ച കുലത്തിൻ്റെ പേരിലോ ആർക്കും ഒരു മഹത്വവും ഇവിടെ നൽകപ്പെടുകയില്ല. ഈ തറവാട്ടിൽ ദേശീയതയ്ക്കോ വംശീയതയ്ക്കോ ജാതീയതയ്ക്കോ ഒരു സ്ഥാനവുമില്ല. മാനവികതയ്ക്കും മാനവിക മൂല്യങ്ങൾക്കും മാത്രമാണ് സ്ഥാനം കൽപ്പിക്കപ്പെടുന്നത്. വേദപ്രോക്തമായ വിശ്വാസ പ്രമാണങ്ങൾക്ക് അവതരണകാലത്ത് പ്രത്യേകം പേരുകൾ ഉണ്ടായിരുന്നില്ല. സനാതനധർമ്മമെന്നോ ഹിന്ദുമതമെന്നോ ഇസ്ലാം മതമെന്നോ ഒക്കെ അറിയപ്പെട്ടത് പിൽക്കാലത്താണ്. പല മതങ്ങളും പ്രവാചകന്മാരുടെ പേരിലും അറിയപ്പെട്ടു. ഏക സ്രോതസ്സിൽ നിന്ന് വന്ന എല്ലാ മതങ്ങളും ഒരേ കാര്യമാണ് പറയുന്നത്. യജുർവേദവും ഭഗവത്ഗീതയും ഏകദൈവ വിശ്വാസത്തിലാണ് ഊന്നുന്നതെന്ന് കാണാം. പ്രകൃതി പ്രഭാസങ്ങളെ ആരാധിക്കുന്നവർ അന്ധകാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, യജുർവേദം പറയുന്നു. സൃഷ്ടിക്കപ്പെട്ടതിനെ ആരാധിക്കുന്നവൻ അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് പോകുന്നതെന്ന് ഭഗവത്ഗീത പറയുന്നു. കഠോപനിഷത്ത് ഏകദൈവ വിശ്വാസം പരാമർശിക്കുന്നുണ്ട്. ഹൈന്ദവരെ വേദക്കാരുടെ വിഭാഗത്തിലാണ് ചേർക്കേണ്ടതെന്ന് ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് അഭിപ്രായപ്പെടുന്നുണ്ട്. പുനർജന്മ സിദ്ധാന്തവും വേദേതരമാണ്. നരകവും സ്വർഗവും അല്ലെങ്കിൽ ഇഹലോകവും പരലോകവും വ്യക്തമായി വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചു പോകുമ്പോൾ കാണുന്ന സാദൃശ്യങ്ങൾ നമ്മെ ഉണർത്തുന്നത് എല്ലാ മതങ്ങളും ഉത്ഭവിച്ച സ്രോതസ് ഒന്ന് തന്നെയാണ് എന്നാണ്. നോഹയുടെയും അബ്രഹാമിൻ്റെയും മോസസിൻ്റെയും പിന്തുടർച്ചക്കാരാണ് നാം എല്ലാവരും. ഋഗ്വേദത്തിൻ്റെ ഭാഷയിൽ ആദിയും അന്ത്യവുമില്ലാത്ത ഒരേ സർവേശ്വരൻ്റെ മക്കൾ. ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള വ്യക്തമായ ഒരു ഉദ്ബോധനമാകുന്നു. ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും അവൻ ഒരേ ഒരു ആരാധ്യനാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനും ബുദ്ധിമാന്മാർ ആലോചിച്ച് തീർച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഉദ്ബോധനം എന്ന് അന്തിമ വേദവും സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനാൽ ബുദ്ധിമാന്മാർ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനത്തിൽ എത്തി ഒരുമിക്കുമാറാകട്ടെ എന്ന് ഇവിടെ പ്രത്യാശിക്കുകയാണ്.